കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുകയാണ്. കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളുമായി AICC നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രി പദത്തിൽ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ ആസൂത്രിതം എന്നാണ് ചില നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചത്. പരമാവധി വേഗം തീരുമാനമുണ്ടാകണമെന്ന് AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ പ്രതികരിച്ചു. ഇന്ന് നിർണായക ചർച്ചയാണ് അഭിപ്രായം കൃത്യമാണോ? നിലപാടും കൃത്യമാണ്. എന്താണ് അഭിപ്രായം? അതിപ്പോ നിങ്ങളോട് പറയേണ്ടതല്ലല്ലോ, അവിടെ ചർച്ച. MLA മാരുടെ പിന്തുണ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണോ നിലപാട്? അതെ. അത് തന്നെയാണോ? അന്തിമ തീരുമാനം ഉണ്ടാവോ? പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം സശ്രദ്ധം കേട്ടു. തീരുമാനം ഇന്നോ നാളെയായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയായിരുന്നല്ലോ. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും അതൊന്നും എൻ്റെ പേരൊന്നും പറയണ്ട. ഇപ്പൊ തന്നെ ധാരാളം ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. ഞാൻ ആ റേസിലേക്ക് പോയിട്ടില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നിങ്ങളോടും പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അത് നമ്മൾ ചകഞ്ഞൊന്നും നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു. എന്നെ കൊണ്ടറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പാർട്ടിയുടെ ഹൈക്കമാൻഡിന് ആശയക്കുഴപ്പമുണ്ടെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കാമോ? വരട്ടെ, കഴിയുന്നത്ര വേഗം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. വേഗം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇന്ന് നിർണായക ചർച്ചയാണ്. ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത്. വൈകിട്ട് രാഹുൽ ഗാന്ധി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി ചർച്ച നടത്തുന്നുണ്ട്. വിനീത വിജിയും ബൽറാം നെടുങ്ങാടിയുമാണ് ഡൽഹി വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം വിനീതയിലേക്ക്. വിനീത, വിവിധ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 8ാം ദിവസവും ഈ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിൽ ഘടകകക്ഷികൾക്കടക്കം വലിയ തോതിൽ അതൃപ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം, അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ദിൽന, അങ്ങനെ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് ദിൽന സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ചർച്ചകൾക്കൊടുവിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി കേരളത്തിൽ നിന്ന് വന്ന നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ഇപ്പോൾ VM സുധീരനാണ് ഇനി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഏതാണ്ട് ഒരു 3:30യോടുകൂടി അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വൈകിട്ടോടുകൂടി ഡൽഹിയിലേക്ക് എത്തിച്ചേരും. ശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം 7 മണിക്ക് ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം പോവുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും പ്രഖ്യാപനം എത്രയും വേഗം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നേതാക്കൾ നൽകുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെയോടുകൂടി വളരെ പെട്ടെന്നുള്ള ഒരു കൂടിക്കാഴ്ചയും വളരെ പെട്ടെന്ന് ഉള്ള യോഗവും ഒക്കെയാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ മുൻനിർത്തി നോക്കുമ്പോൾ മണിക്കൂറുകളോളം ആ ചർച്ചകൾ നീണ്ടുവെങ്കിൽ ഇന്ന് ഒരു നേതാവിന് ഏറ്റവും പ്രധാനമായും ഒരു 15 മിനിറ്റാണ് ഒരു മാക്സിമം നൽകിയിരിക്കുന്നത്. ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടിക്കാഴ്ച പൂർത്തിയാക്കി പുറത്തേക്ക് വന്നത്. അദ്ദേഹം കൂടിക്കാഴ്ചയിൽ തൃപ്തനാണെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുൻ KPCC അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുടെയൊക്കെ തന്നെ അഭിപ്രായം ഹൈക്കമാൻഡ് തേടിയിട്ടുണ്ട്. മറ്റ് മാനദണ്ഡങ്ങളൊക്കെ കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഘടകകക്ഷികളുമായി ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഖർഗെയുമായി കൂടിയാലോചിച്ച് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.